നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ പയർ എങ്ങനെ കൃഷി ചെയ്യാന്നുള്ള രീതിയാണ്. അപ്പോൾ നമുക്കറിയാം പയർ ഭയങ്കര ശരീരത്തിന് ഗുണമുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ കണ്ടോ നമ്മുടെ വീട്ടിലെ പയറിൻ്റെ ഒരു തോട്ടമാണ് ഇത്. ഇതെല്ലാം പയർ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെല്ലാം പയർ ഇത് ഉണ്ടായി നിൽക്കുകയാണ്. ഇത് കണ്ടോ ഇതെല്ലാം പയർ ഇത് ഉണ്ടായി നിൽക്കുകയാണ്. അപ്പോൾ ഇതെടുക്കാൻ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. ഇന്നലെ ആയിരുന്നു ആദ്യത്തെ വിളവെടുപ്പ്. അവിടെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുകയാണ്. അതേപോലെ ഇവിടെയൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് പയർ നടാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തടം എടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമ്മുടെ കൃഷിസ്ഥലം നല്ല രീതിയിൽ നമ്മൾ കിളച്ചിട്ടിട്ടുണ്ട്. അതിപ്പോൾ മഴ പെയ്തതാണ്. അപ്പോൾ പുല്ലും കളയൊക്കെ നീക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ 1 സെൻറ്റിന് 2 കിലോഗ്രാം കുമ്മായ വസ്തുക്കൾ ചേർത്ത് ഡോളോമൈറ്റ് അല്ലെങ്കിൽ കുമ്മായം പച്ചക്കൊക്കെ അല്ലെങ്കിൽ 1 കിലോ ഒരു 2 സെൻറ്റിന് എന്ന രീതിയിൽ നമ്മൾ നിലത്തിലിട്ടതിന് ശേഷം നല്ലതായിട്ട് കിളച്ച് കൊടുക്കുക. കിളച്ചതിന് ശേഷം കുമ്മായമാണെങ്കിൽ ഒരു 15 ദിവസത്തിന് ശേഷം നമുക്ക് ചെടികൾ നടാവുന്നതാണ്. ഡോളോമൈറ്റ് ആണെങ്കിൽ ഒരു 4 മുതൽ 5 ദിവസത്തിന് ശേഷം നമുക്ക് ചെടികൾ നടാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുഴി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കിളച്ചിട്ടത് കൊണ്ട് എളുപ്പമാണ് നമുക്ക് കുഴി എടുക്കാൻ. അപ്പോൾ പുല്ലും കളകളും ഒക്കെ നീക്കിയ ശേഷം വലിയ വലിയ കല്ലുകളുണ്ടെങ്കിൽ അത് നമ്മൾ ഇതേപോലെ നീക്കിയ ശേഷം നമ്മളിതൊരു കണ്ടോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇത് ചാണകപ്പൊടിയാണ്. നല്ല ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർത്ത ഒരു മിശ്രിതമാണ്. ഇത് നമ്മൾ ഇതിലേക്ക് അടിവളമായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇത് ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു തടം പോലെ ആക്കുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ തടം പോലെ ആക്കി ഇതിലെ പുല്ലും കളകളൊക്കെ എടുത്തതിന് ശേഷം നമ്മളിങ്ങനെയാണ് ഇതെല്ലാം ചെയ്തത്. ഇത് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നീളത്തിലാണ് ഇത് എടുത്തേക്കുന്നത്, തടം എടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയ വിത്താണ്. ഇപ്പോൾ പച്ച കളറിൽ നിങ്ങൾ കാണുന്ന പറഞ്ഞാൽ ഈ വിത്ത് കേടാകാതിരിക്കാൻ വേണ്ടി അവർ ഒരു കെമിക്കലിൽ മുക്കിയിട്ട് നമുക്ക് തരുന്നതാണ്. അപ്പോൾ നഴ്സറികളിൽ നിന്നും നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ വേണം ശേഖരിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു തടത്തിൽ നമുക്ക് മാക്സിമം 4 എന്നുള്ള രീതിയിലാണ് നമ്മൾ നടുന്നത്. അപ്പോൾ ഒരു തടത്തിൽ മിനിമം 3 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പയർ വിളവ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ 4 എണ്ണമാണ് നടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഇതേപോലെ ഒരു തടം എടുത്തതിന് ശേഷം ഇത് ഈ വിത്ത് നമ്മൾ സ്യൂഡോമോണാസിൽ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളത്തിൽ നമ്മൾ ഒരു അരമണിക്കൂർ നേരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വാട്ടരോഗമൊക്കെ വരും. അപ്പോൾ വാട്ടരോഗത്തിനൊക്കെതിരെ ഫംഗസുകൾ കാരണം വരുന്ന രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള ശേഷി ഇതിന് വരും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒരു വിത്തിട്ടിട്ട് നമ്മൾ ജസ്റ്റ് മൂടുക. അപ്പോൾ ഈ ഭാഗത്തും ഒരെണ്ണം ഇടുക. അപ്പോൾ വിത്ത് എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ മാത്രം എടുക്കുക. അപ്പോൾ ആ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ വിത്തുകൾ ഇട്ടിട്ട് നമുക്ക് മൂടാവുന്നതാണ്. എന്നിട്ടൊരു 4 ദിവസം 5 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഇത് പതുക്കെ മുളച്ച് വന്നതിന് ശേഷം നമുക്കൊരു 4 ഇല പ്രായമാകുമ്പോഴത്തേന് നമുക്ക് പതുക്കെ ജൈവ വളങ്ങൾ ജൈവ സ്ലറിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന് വളം ചെയ്യാവുന്നതാണ്. ജൈവ സ്ലറി ഒരു 2 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ, അതായത് ജൈവ സ്ലറി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഒരു 10 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കിലോഗ്രാം പച്ചച്ചാണകം, 1 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ 1 കിലോഗ്രാം എല്ലുപൊടി, ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് പിന്നെ കടലപ്പിണ്ണാക്ക് 1 കിലോ അതിൽ ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ദിവസം ഒരു നേരമെങ്കിലും നമ്മൾ ഇളക്കി കൊടുക്കുക. ഈ 10 ലിറ്റർ വെള്ളം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കലക്കിയ ഈ മിശ്രിതം നമ്മൾ 7 ദിവസം വരെ ഇങ്ങനെ സൂക്ഷിക്കുക. മഴയൊന്നും കൊള്ളാതെ ഒരു തണലിൽ തന്നെ ഇത് സൂക്ഷിക്കുക. സൂക്ഷിച്ച ശേഷം ഇതിൻ്റെ 1 കപ്പ് 7 ദിവസത്തിന് ശേഷം അതിൻ്റെ 1 കപ്പ് എടുത്തിട്ട് നമുക്ക് 10 മടങ്ങ് വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് ചെടികളുടെ ചുവട്ടിൽ അതേപോലെ ചെടികളിൽ 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിളവായിരിക്കും. രോഗപ്രതിരോധ ശേഷി ചെടികൾക്ക് ലഭിക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടാവാനും ഈ ജൈവ സ്ലറി ഏറ്റവും നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല വിളവാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ഇതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല പയറിൻ്റെ വലിപ്പം കണ്ടോ. ഇത്രയും നല്ല നീളമുള്ള പയറാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്താണ്. നല്ല മുഴുത്ത പയറാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് ഒരു നാളെയും കൂടെ ആയിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ കറക്റ്റ് വിളവെടുപ്പാകുന്നത്. ഇവിടെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് പയർ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പയർ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്കൊരു പിള്ളക്കുഴി വേണം അവിടെ. ഓക്കെ, പിള്ളക്കുഴി എടുക്കും. അത് കൈ വെച്ചെടുക്കാൻ ഇളകിയ മണ്ണല്ലേ? അതെ അത് നമ്മൾ കൈ കൊണ്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ തെങ്ങിൻ തൈ ഉറച്ചിരിക്കാൻ വേണ്ടിയാണ് ഈ പിള്ളക്കുഴിയുടെ. നമ്മളങ്ങനെ പിള്ളക്കുഴി എടുക്കുമ്പോൾ ആ തെങ്ങിൻ തൈ അതിനകത്ത് ഉറച്ചിരിക്കും. ഓക്കെ,
അതിന് നമുക്ക് തെങ്ങിൻ തൈ നടാം. നടുന്നതിന് ഒരു ചെറിയ പിള്ളക്കുഴി. ഓക്കെ, തേങ്ങയുടെ വലിപ്പം അനുസരിച്ചുള്ള പിള്ളക്കുഴി എടുത്ത് വാങ്ങിയത്. അപ്പോൾ തെങ്ങിൻ തൈ ശേഖരിക്കുമ്പോൾ നല്ല അംഗീകൃത നേഴ്സറിയിൽ നിന്ന് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി. നമ്മൾ ചുമ്മാ ലോക്കൽ നഴ്സറിയിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ അതുകൂടാതെ തന്നെ വലിയ വിലയും കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ ഇത് നമുക്ക് തന്നെ കിട്ടിയതെന്ന് പറഞ്ഞാൽ 100 രൂപയേ ആയിട്ടുള്ളൂ. നല്ല കരുത്തുറ്റ നല്ല അടിപൊളി തെങ്ങിൻ തൈയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, പിള്ളക്കുഴി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ വേര് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പുതിയ നമ്മൾ വെച്ച് കഴിയുമ്പോൾ പുതിയ വേര് വന്നോളും. അല്ലെങ്കിൽ ഈ വേര് ഇരുന്നാലും നമുക്ക് വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും വെക്കാൻ. നമുക്ക് ഇത് കുഴിയിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ്. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ട് വേണം. ഓക്കെ, ഇത് നമ്മൾ ഇതങ്ങ് ഉറപ്പിക്കുന്നു. അതായത് മണ്ണ് ഭയങ്കരമായിട്ട് മുകളിലേക്ക് ഇടരുത്. ആ തെങ്ങ് കണ്ണാടിക്ക ഇത് ഇവിടെ ഇതിന് മേളിൽ മണ്ണ് വരരുത്. ഓക്കെ ഓക്കെ, ഏകദേശം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ കൊമ്പൻ ജെല്ലി ആക്രമണം കൂടുകയും പിന്നെ അതേപോലെ തന്നെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇവിടെ ആക്രമണം കൂടുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ തെങ്ങ് വെച്ചതിന് ശേഷം മണ്ണ് ആ കണ്ണാടി ഭാഗം വരെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് നല്ല ചവിട്ടി ഒന്ന് ഉറപ്പിക്കുക. നമ്മളിവിടെ നല്ല വളക്കൂറുള്ള മണ്ണാണ്. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ തെങ്ങ് വേര് വന്നോളൂ. ഒരു 10-20 ദിവസം ആകുമ്പോഴത്തേന് പതുക്കെ വേര് വന്നിട്ട് നമ്മുടെ കുഴിയിൽ നല്ലതായിട്ട് ഉറച്ച് നിന്നോളൂ. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ തെങ്ങിൻ്റെ ഇലകൾ നല്ല വീതിയുള്ള ഇലകളാണ്. അപ്പോൾ കാറ്റടിക്കുന്ന സമയത്ത് ഇത് മറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ചുകൂടെ മണ്ണിട്ടു കേട്ടോ. കുറച്ചുകൂടെ മണ്ണിട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മളൊരു കമ്പ് എടുത്തിട്ട് കമ്പും കയറും ഒക്കെ വെച്ചിട്ട് നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് ഇത്. അപ്പോൾ കെട്ടിക്കൊടുക്കുമ്പോൾ വേര് വരുന്നതിന് മുന്നേ ഇത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കമ്പ് എടുത്തിട്ട് നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുന്നത്. തെങ്ങ് ഉറയ്ക്കാൻ വേണ്ടി കുറച്ച് വെള്ളം, ഒരു ബക്കറ്റ് വെള്ളം വെച്ചിട്ട് അപ്പോൾ അവിടെ നല്ല മണ്ണൊക്കെ ഫില്ലായിട്ട്. ഓക്കെ ഓക്കെ, ഇത് നമുക്ക് ഈ കമ്പ് കുത്തുക. ഈ കമ്പ് കുത്തിയിട്ട് നേരെ പിടിച്ച് കിട്ടി. ഓക്കെ, കമ്പ് നന്നായിട്ടൊന്ന് ഉറപ്പിച്ചു. ചിലർ ചെയ്യുന്നതായിട്ടുണ്ട് ഇങ്ങനെ ഈ നല്ല കാറ്റുള്ള പ്രദേശങ്ങളിൽ ഇതിൻ്റെ ഇലകൾ പകുതി വെച്ച് കണ്ടിച്ച് കളയും ചിലർ. ഇത് നമുക്ക് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, അത്ര കാറ്റൊന്നും ഇല്ലല്ലോ. ക്രമേണ മണ്ണ് വീണത് ഇത് കനക്കും തോറും മണ്ണും ഇവിടുന്ന് വെള്ളമൊക്കെ ആയിട്ട് വീണതൊക്കെ ഫില്ലായിക്കോളും. പിന്നെ നമുക്ക് ചെയ്യാനുള്ള കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കൂടെ ഇതിന്റെ മേളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മണ്ണ് ഒരു കുറച്ച് ആ മൂട്ടിൻ്റെ അവിടെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കഴിഞ്ഞാൽ ചെല്ലി ആക്രമണം കുറച്ച് കുറയും. പിന്നെ ഈ കവിളിലൂടെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കിട്ടും. വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നത് നല്ലതാണ്. പക്ഷേ ചെല്ലിയൊക്കെ അവിടെയാണ് വന്ന് ആക്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെ ഇടുന്നത്. തെങ്ങ് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് 2 തെങ്ങ് തമ്മിലുള്ള അകലം, അതായത് അവിടെ തെങ്ങ് നിൽക്കുന്നുണ്ടോ, ആ തെങ്ങും ഈ തെങ്ങുമായിട്ടുള്ള അകലം 7.5 മീറ്റർ ആയിരിക്കണം. 7.5 മീറ്റർ, 7.5 മീറ്റർ. ഇതാ അവിടെ 7.5 മീറ്റർ അകലത്തിലാണ് തെങ്ങ് നടേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് 2 തെങ്ങ് തമ്മിൽ മുട്ടത്തില്ല, വലുതാകുമ്പോൾ തടവെടുക്കുന്നതിന് എല്ലാത്തിനും സൗകര്യമായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൻ്റെ വളപ്രയോഗ രീതിയാണ്, അത് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലത് തെങ്ങിൻ തൈയൊക്കെ ഒന്ന് വാങ്ങി ഇതേപോലെ നടുക, നമ്മുടെ പ്രകൃതി ഒരു പച്ചപ്പാക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പ്രിയമുള്ളവരെ, ഇപ്പോൾ എല്ലാവരും ചേന നടുന്ന ഒരു സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായി നമുക്ക് വേണ്ടത് ചേന പൂള് വെട്ടുക എന്നുള്ളതാണ്. ചേന പൂള് വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ അളവെടുക്കുന്നതിൻ്റെ ഇതാണ് അളവ്, ഒരു ചാന അളവ്, ഇത് ചാന. അപ്പോൾ ഇതൊരു വലിയ ചേന ആയതുകൊണ്ട് നമുക്ക് 3ആയിട്ട് മുറിക്കാം. ചെറിയ ചേനയാണെങ്കിൽ ഇത് ഒന്നിച്ചങ്ങ് നട്ടാൽ മതി. ഇത് 2 മുറിക്കാനില്ല, അപ്പോൾ 1ആയിട്ട് അങ്ങ് നടുക. കഴിയുമ്പോൾ 1 കിലോയിൽ കൂടുതലെങ്കിലും നമുക്ക് ഒരു പീസ് കിട്ടണം. ഇത് ഞാനിത് മുറിച്ചിട്ട് ചാണകപ്പാൽ മുക്കി വെക്കും. ഒരു 3 ദിവസം ആകുമ്പോഴത്തേന് ഇത്
ഒന്ന് വെയിലത്ത് ഉണക്കണ്ട, തണുപ്പത്ത് തോന്നിട്ട് നമുക്ക് കുഴി നടാവുന്നതാണ്. നടുന്ന വിവരമൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ നമ്മൾ പൂള് വെട്ടുക എന്ന് പറയും. പൂള് വെട്ടുന്ന രീതി ആദ്യമായിട്ട് ഒരു നല്ല മൂർച്ചയുള്ളൊരു പിച്ചാത്തി എടുക്കുക. ഇതേ രീതിയിൽ ഇതിപ്പോൾ നമുക്ക് 3 പൂള് വെട്ടാവുന്നതുകൊണ്ട് അല്പം കൂടുതലായിട്ട് എടുക്കുക. ഞാനും ഞങ്ങളുടെ റിച്ചും കൂടെയാണിത് ഇത് പൂള് വെട്ടുന്നത്. റിച്ചു നമ്മുടെ കൊച്ചുമോനാണ്, മിക്ക കൃഷി വീഡിയോകളും വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. റിച്ചു ഇത് കണ്ടോ? ഇനി നമുക്ക് ഒരു കട്ട പരിപാടി കഴിയും. അപ്പോൾ നമ്മളിതിൻ്റെ അരിവും പോലെ നമുക്കിത് ഒരു മെഴുക്ക് പുരട്ടിക്കായാലും ഒരു സാമ്പാറിനിടാനായാലും ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി. ഈ മണ്ടയാണ് കട്ട് ചെയ്തത്. ഈ മണ്ട നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ചേനയുടെ കിളിപ്പ് വരുന്നുണ്ട് ഇവിടെ നിന്നാണ്, ഈ ഭാഗത്തു നിന്നാണ് കിളിച്ച് മുള വരുന്നത്. അപ്പോൾ പഴയ മുള ഇരിക്കുന്നത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇങ്ങനെ വൃത്തിയാക്കി വെച്ചാൽ ചാണകവെള്ളത്തിൽ മുക്കി 2 ദിവസം വെച്ചിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ ഒരു 1.5 കിലോ ഉണ്ട്. ചേന കഴിവതും ഒരു 1 കിലോ മേളിൽ നമുക്ക് ഇത് കിട്ടണം. കാരണം ഇതിൽ 2-3 മാസത്തേക്ക് ഇതിൻ്റെ ആഹാരം ഈ കാണ്ടം തന്നെ. പിന്നെ അത് വേരൊക്കെ വന്നിട്ട് പുറത്തെ ആഹാരം അത് എടുക്കത്തുള്ളൂ, വളം എടുക്കത്തുള്ളൂ. അപ്പോൾ അതുവരെയുള്ള തീറ്റി ഈ ചേന തന്നെ ആയിരിക്കും. അപ്പോൾ അതിനോടാണ് പറയുന്നത് 1 കിലോയിൽ കൂടുതൽ നമുക്ക് ചേന വേണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ചൂട് സമയത്തൊക്കെ വെച്ച് ഇത് പൊടിഞ്ഞതിൻ്റെ പാട്ടിന് പോകും, മണ്ട ശകലം കിളിച്ച് വരും. അപ്പോൾ അതിന് തിന്നാനുള്ള സാധനം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് കഴിവതും 1 കിലോ എങ്കിലും ഒരു ചേനയ്ക്ക് തടത്തിന് വേണം. അതായത് 1 കിലോ 1.5 കിലോ ഉണ്ട്, 1.5 കിലോയിൽ കൂടുതലുണ്ട്. ഇതാണ് പൂള് വെട്ടുന്ന രീതി. ഈ ചേന 1.5 കിലോ ഉണ്ട്. ഇത് 2ആയിട്ട് മുറിക്കാനില്ല. അപ്പോൾ ഇത് തന്നെ അങ്ങ് നടുക. നല്ലൊരു ചേന കളച്ചെടുക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ ഇത് ചാണകവെള്ളത്തിൽ മുക്കി വെച്ച ശേഷം ഒരു 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ എടുത്ത് നടാവുന്നതാണ്. അപ്പോൾ തടം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടേക്കുന്നത് 1 മാസത്തിന് മുമ്പ് ഞാൻ തടം എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, ചാണകം, പിന്നെ പച്ചില എല്ലാം കൂടി ഇട്ട്, കോഴിവളം, അടുക്കള വേസ്റ്റ് ഇതെല്ലാം ഇട്ട് അവിടെ കുത്തിയിട്ടേക്കാണ്. ഇപ്പോൾ 1 മാസമായി അത്. ഇപ്പോൾ ഇത് നടാൻ നേരം ഞാനത് തടം എടുത്ത് നടും. കുമ്മായം നേരത്തെ ഇടുന്നത് നല്ലതാണ്, ഇപ്പം കുമ്മായം കൂടി ചേർക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ കോഴിവളം ഇട്ടതിനകത്തിൽ കുറച്ച് കുമ്മായത്തിൻ്റെ അംശമുണ്ട്. കാരണം ഫാമിൽ അവർ കുമ്മായം വെതറിയിട്ടാണ് ഈ കോഴിവളം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കുമ്മായം ഉള്ളതുകൊണ്ട് തടവും പ്രിപ്പയർ ആക്കി ഇട്ടേക്കാണ്. ഇത് സെറ്റാക്കിയിട്ട് ഞാൻ നടുന്ന വീഡിയോ വീണ്ടും കാണിക്കാം. കാണുന്നവരെ നമസ്കാരം. ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നതെന്നറിയോ? നമ്മളിന്ന് വലിച്ചു കൂട്ടിയ ഇതെല്ലാം കൂടെ ഇതിൻ്റെ പുറത്തോട്ടാണ് കൊടുക്കും. ഇത് വളമാണ്, നമ്മൾ മുമ്പ് ശേഖരിച്ചിരുന്ന വളമാണ്. ഇനി ആ കരിയില കൂടാതെ അല്പം വളമുണ്ട്. നമുക്ക് കീടം വരാതിരിക്കാൻ വേണ്ടി കുറച്ച് വേപ്പും പിണ്ണാക്ക് ഒരു പിടി മടക്കി വെക്കും. വേപ്പും പിണ്ണാക്ക്. ഓക്കെ, ആ ചാണകപ്പൊടിയും കൂടെ കുറച്ച് ഒരു പിടി വാരിയുടെ പുറത്തിട്ട് ഇട്ട് കഴിഞ്ഞല്ലോ. ഇല്ല, കരിയില്ല മതി. ഓക്കെ, ആ കരിയില്ല ഇതിൻ്റെ പുറത്ത് മോൻ വാരിയിടുക. കരിയില്ല ഒറ്റ വാരിയിടുമല്ലോ. മോൻ്റെ കയ്യിലോട്ട് ഓക്കെ അത്രയും മതി. അത് മൊത്തം നീ വാരിയിട. ആ ചാക്കിയിരിക്കുന്ന മൊത്തം മോനും കൂടെ. ഓക്കെ, ഇതിനെയും വെട്ടി അടുപ്പിക്കാൻ പാടില്ല. ഇതിൻ്റെ കൂമ്പ് വരുമ്പോഴേ മാത്രമേ നമ്മൾ ഇതിനകത്ത് അടുത്ത ജോലിയുള്ളൂ. ഒന്നും വേണ്ട. പണ്ടൊക്കെ നമ്മൾ കോഴിയുള്ള സ്ഥലത്തെ കാണുന്നതിൽ ഈ ചീനിക്കമ്പെടുത്ത് ഇങ്ങനെ വെക്കും. പണ്ട് എൻ്റെ പിതാക്കന്മാരൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ചീനിക്കമ്പെടുത്ത് ഇങ്ങനെ
ഇങ്ങനെ അങ്ങോട്ട് വെക്കും. എന്താ അറിയാമോ, കോഴി ചെറിഞ്ഞിരിക്കാൻ കാറ്റത്ത് പറക്കത്തുമില്ല, കോഴി ചെറിഞ്ഞ് കളയത്തുമില്ല. ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. പണ്ടത്തെ കാലത്ത് ഇപ്പം പിന്നെ കോഴി ആരുടെയും വീട്ടിലും കോഴിയൊന്നുമില്ല, ചതയാൻ പരത്തതുമില്ല, അതിനെ പറ്റി കാര്യമൊന്നുമില്ല. അപ്പം റിച്ച് ഉള്ളത് കൊണ്ട് പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ പൂച്ച കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ കൃഷി അനുഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഇപ്പോൾ എല്ലാവരും ചേന നടുന്ന ഒരു സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായി നമുക്ക് വേണ്ടത് ചേന പൂള് വെട്ടുക എന്നുള്ളതാണ്. ചേന പൂള് വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ അളവെടുക്കുന്നതിൻ്റെ ഇതാണ് അളവ്, ഒരു ചാന അളവ്, ഇങ്ങനെ ചാന. അപ്പോൾ ഇതൊരു വലിയ ചേന ആയതുകൊണ്ട് നമുക്ക് 3ആയിട്ട് മുറിക്കാം. ചെറിയ ചേനയാണെങ്കിൽ ഇത് ഒന്നിച്ചങ്ങ് നട്ടാൽ മതി. ഇത് 2 മുറിക്കാനില്ല, അപ്പോൾ ഒന്നായിട്ടങ്ങ് നടുക. കഴിയുമ്പോൾ 1 കിലോയിൽ കൂടുതലെങ്കിലും നമുക്ക് ഒരു പീസ് കിട്ടണം. ഇത് ഞാനിത് മുറിച്ചിട്ട് ചാണകപ്പാൽ മുക്കി വെക്കും. ഒരു 3 ദിവസം ആകുമ്പോഴത്തേന് ഇത് ഒന്ന് വെയിലത്ത് ഉണക്കണ്ട, തണുപ്പത്ത് തോന്നിട്ട് നമുക്ക് കുഴിയിൽ നടാവുന്നതാണ്. നടുന്ന വിവരമൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ നമ്മൾ പൂള് വെട്ടുക എന്ന് പറയും. പൂള് വെട്ടുന്ന രീതി ആദ്യമായിട്ട് ഒരു നല്ല മൂർച്ചയുള്ള പിച്ചാത്തി എടുക്കുക. ഇതേ രീതിയിൽ ഇതിപ്പോൾ നമുക്ക് 3 പൂള് വെട്ടാവുന്നതുകൊണ്ട് അല്പം കൂടുതലായിട്ട് എടുക്കുക. ഞാനും ഞങ്ങളുടെ റിച്ചും കൂടെ ആണത് ഇത് പൂള് വെട്ടുന്നത്. റിച്ചു നമ്മുടെ കൊച്ചുമോനാണ്, മിക്ക വീഡിയോ കൃഷി വീഡിയോകളും വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. റിച്ചു ഇത് കണ്ടോ? ഇനി നമുക്ക് ഒരു കത്ത് പരിപാടി കഴിയും. അപ്പോൾ നമ്മളിതിൻ്റെ അരിവും പോലെ നമുക്കിത് ഒരു മെഴുക്ക് പുരട്ടിക്കായാലും ഒരു സാമ്പാറിനിടായാലും ഇതൊക്കെയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി. ഈ മണ്ടയെ കട്ട് ചെയ്ത് കളയും. ഈ മണ്ട നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ചേനയുടെ കിളിപ്പ് വരുന്നുണ്ട് ഇവിടുന്നാണ്, ഈ ഭാഗത്തു നിന്നാണ് കിളിച്ച് മുള വരുന്നത്. അപ്പോൾ പഴയ മുള ഇരിക്കുന്നത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇങ്ങനെ വൃത്തിയാക്കി വെച്ചാൽ ചാണകവെള്ളത്തിൽ മുക്കി 2 ദിവസം വെച്ചിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ ഒരു 1.5 കിലോ ഉണ്ട് ഇത്. ചേന കഴിവതും ഒരു 1 കിലോയും മേളിൽ നമുക്ക് ഇത് കിട്ടണം. കാരണം ഇതിൽ 2-3 മാസത്തേക്ക് ഇതിൻ്റെ ആഹാരം ഈ കാണ്ടം തന്നെ. പിന്നെ ഇത് വേരൊക്കെ വന്നിട്ട് പുറത്തെ ആഹാരം അത് എടുക്കത്തുള്ളൂ, വളം എടുക്കത്തുള്ളൂ. അപ്പോൾ അതുവരെയുള്ള തീറ്റി ഈ ചേന തന്നെ ആയിരിക്കും. അപ്പോൾ അതിനോടാണ് പറയുന്നത് 1 കിലോയിൽ കൂടുതൽ നമുക്ക് ചേന വേണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ചൂട് സമയത്തൊക്കെ വെച്ച് ഇത് പൊടിഞ്ഞതിൻ്റെ പാട്ടിന് പോകും, മണ്ട ശകലം കിളിച്ച് വരും. അപ്പോൾ അതിന് തിന്നാനുള്ള സാധനം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് കഴിവതും 1 കിലോ എങ്കിലും ഒരു ചേനയ്ക്ക് തടത്തിന് വേണം. അതായത് 1 കിലോ 1.5 കിലോ ഉണ്ട്, 1.5 കിലോയിൽ കൂടുതലുണ്ട്. ഇതാണ് പൂള് വെട്ടുന്ന രീതി. ഈ ചേന 1.5 കിലോ ഉണ്ട്. ഇത് 2ആയിട്ട് മുറിക്കാനില്ല. അപ്പോൾ ഇത് തന്നെ അങ്ങ് നടുക. നല്ലൊരു ചേന കിളച്ചെടുക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ ഇത് ചാണകവെള്ളത്തിൽ മുക്കി വെച്ച ശേഷം ഒരു 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ എടുത്ത് നടാവുന്നതാണ്. അപ്പോൾ തടം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടേക്കുന്നത് 1 മാസത്തിന് മുമ്പ് ഞാൻ തടം എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, ചാണകം, പിന്നെ പച്ചില എല്ലാം കൂടി ഇട്ട്, കോഴിവളം, അടുക്കള വേസ്റ്റ് ഇതെല്ലാം ഇട്ട് അവിടെ കൂട്ടിയിട്ടേക്കാണ്. ഇപ്പോൾ 1 മാസമായി അത്. ഇപ്പോൾ ഇത് നടാൻ നേരം ഞാനത് തടം എടുത്ത് നടും. കുമ്മായം നേരത്തെ ഇടുന്നത് നല്ലതാണ്, ഇപ്പം കുമ്മായം കൂടി ചേർക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ ഈ കോഴിവളം ഇട്ടതിനകത്തിൽ കുറച്ച് കുമ്മായത്തിൻ്റെ അംശമുണ്ട്. കാരണം ഫാമിൽ അവർ കുമ്മായം വെതറിയിട്ടാണ് ഈ കോഴിവളം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കുമ്മായം ഉള്ളതുകൊണ്ട് തടവും പ്രിപ്പയർ ആക്കി ഇട്ടേക്കാണ്. ഇത് സെറ്റാക്കിയിട്ട് ഞാൻ നടുന്ന വീഡിയോ വീണ്ടും കാണിക്കാം. കാണുന്നവരെ നമസ്കാരം. ഇതെന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ കാന്താരിയാണോ? നമ്മുടെ
ഇത് എൻ്റെ കൃഷിയാ. ആഹാ എനിക്ക് അങ്ങനെ ഞങ്ങൾ കൃഷികൾ ചെയ്യണമെന്ന് തോന്നുന്നു. ഓക്കെ. നിറച്ചുണ്ടായിട്ടുണ്ടല്ലോ. കുറച്ചുണ്ട്. അപ്പൊ ഇതിനെന്ത് നമ്മൾ വളം ചെയ്യുന്നത്? ഞാൻ ജൈവ സ്ലറിയാ ഉപയോഗിക്കുന്നത്. ജൈവ സ്ലറിയോ? അതെന്തോ സംഭവം? ജൈവ സ്ലറി എന്ന് വെച്ചാല് 10 ലിറ്റർ വെള്ളത്തിനകത്ത് 1 കിലോ കടലപ്പിണ്ണാക്ക്, 1 കിലോ എല്ലുപൊടി, 1 കിലോ ചാണകം, ചാണകപ്പൊടി, പച്ച ചാണകം, പിന്നെ 1 കിലോ വേപ്പ് പിണ്ണാക്ക് എല്ലാം കൂടെ കലർത്തി നല്ല ബക്കറ്റിനകത്ത് കലർത്തി തണൽ പ്രദേശത്ത് വെച്ചേക്കും. അടച്ചു വെച്ചേക്കും. മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ. അത് നമ്മള് കമ്പം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത് ദിവസത്തിൽ ഒരു വട്ടം ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഒരാഴ്ച കഴിയുമ്പം അതിന്റെ വെള്ളം എടുത്തിട്ട് 1 കപ്പ് എടുത്ത് ആ ജൈവ സ്ലറിയുടെ 1 കപ്പ് എടുത്തിട്ട് 10 മടങ്ങ് വെള്ളത്തില് ലയിപ്പിച്ചിട്ട് ഓരോ കപ്പ് വെള്ളത്തിൽ 1 കപ്പ് വെള്ളം 1 കപ്പ് 2 ആഴ്ച കുടിക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു രഹസ്യം. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വളം ചെയ്തോണ്ടൊക്കെയാ. ഓക്കെ. നല്ല രീതിയിലാണ് തുരുതുരാന്ന് മുളക് ഉണ്ടായേക്കാണ് എല്ലായിടത്തും. പുഴുക്കിന് ഉപയോഗിക്കാം. എല്ലാത്തിനും കാന്താരി നല്ലതല്ലയോ? കാന്താരി വാങ്ങിക്കാൻ പോകുന്നത് വിലയാണെന്നറിയാമോ? ഈ പ്രഷറുകാർക്കും ഒക്കെ നല്ല സംഭവമാണ്. പ്രഷർ കുറയാനൊക്കെ ഏറ്റവും നല്ല സംഭവമാണ് ഈ കാന്താരി എന്ന് പറയുന്ന സംഭവം കേട്ടോ. ഇവിടെ വാങ്ങിക്കാൻ പോകുമ്പോ അതിന്റെ വില അറിയുന്നത്. 1 കിലോയ്ക്ക് തന്നെ 600-700 രൂപയാന്നാ പറയുന്നത്. നമുക്ക് പിച്ചുന്നത് തന്നെ കാണുന്നത്. അതാണ്. അതെ. കേട്ടോ, ഒരു മൂടാണ് കേട്ടോ. ഒരു മൂട് 2-3 വളർന്നു വന്നേക്കാണ്. അപ്പോൾ നോക്കുക, അതിൻ്റെ വിളവെടുപ്പാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നല്ല ശുദ്ധമായിട്ടുള്ളൊരു കാന്താരി മുളകാണ് എടുത്തേക്കുന്നത്. ഇത് കാണിച്ചു ചേച്ചി. എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ. കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ കാന്താരി മുളക്. അപ്പോൾ ഇതാണ് നമ്മുടെ കാന്താരി കൃഷി രീതി. അമ്മച്ചിയുടെ കൃഷി രീതിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു മൂടെങ്കിലും വെച്ച് പിടിപ്പിക്കുക. ഓക്കെ. അപ്പോൾ അമ്മച്ചിയുടെ ഒരു ജൈവവള കൂട്ട്, അത് രഹസ്യം എന്ന് പറഞ്ഞാൽ ജൈവ സ്ലറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ കീടനാശിനിയാണ്, വേപ്പിൻ പിണ്ണാക്കുള്ളതാണ്, കീടനാശിനി ആവും ഇല്ലയോ? ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒരു നല്ല മുള പൊട്ടി നല്ല ഇല വന്നിരിക്കും. തുണിയിൽ വെച്ച് കെട്ടി 2 ദിവസം വെച്ച് മുള വന്നിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് മുള വന്നിരിക്കും. കൃഷിയുടെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ. പ്രിയമുള്ളവരെ, ഞങ്ങളിന്ന് കുടുംബപരമായി എല്ലാവരോടും ചേർന്നുകൊണ്ട് ഒരു ഉരുളക്കിഴങ്ങ് കൃഷി തുടങ്ങുകയാണ്. അത് വളരെ ഈസിയായി ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇത്. അതായത് ഈ ചാക്ക് നമുക്ക് സിമെൻറ്റ് ചാക്കാണ്. ഇത് നമുക്ക് സുലഭമായി കിട്ടുന്നതാണ്. അതിലൊരു പാതിയോളം മുറിച്ചെടുക്കുക. എടുത്ത ശേഷം നമുക്ക് കരിയില മാത്രം നിറയ്ക്കുന്നു. കരിയില നിറച്ച ശേഷം നമ്മുടെ ഈ മണ്ണ്, മേൽമണ്ണ്, വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടി, എല്ലുപൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്ത ഒരു ജൈവ കൂട്ടാണിത്. ഇട്ടിട്ട് നമുക്ക് ഇതാണ് ഉരുളക്കിഴങ്ങ്. ഇത് ധാരാളം മുള പൊട്ടിയിട്ടുണ്ട്. പല സൈഡിലും മുള പൊട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ മുളയുള്ള സ്ഥലത്തും ഈ മണ്ണിലോട്ട് ഇതേണ്ട ഈ മുള മേളിൽ നിൽക്കുന്ന മട്ടിൽ കുഴിച്ചങ്ങോട്ട് വെക്കുക. നടുന്നത് മൊത്തം മണ്ണിൽ പോകരുത്. അത്രയും മണ്ണിട്ടാൽ മതി. അതിലല്ല ഈ 2 എണ്ണം വെച്ച് നടുക. സെൻറ്ററിൽ നടാതെ ഇങ്ങോട്ട് സൈഡിൽ മാറ്റുക. ഓക്കെ, വെരി ഗുഡ്. ഈ സൈഡിൽ നിന്ന് ഓക്കെ. മോനപ്പുറത്ത് നോക്കിയേ. ഓക്കെ, മണ്ണ് നോക്കിയത്. ഓക്കെ. ഇത് ശേഷം നമുക്ക് ചെയ്യേണ്ടത് 2 കപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിക്കുക. 2 കപ്പ് വെള്ളം ഇത് കളിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കാം. കുഞ്ഞു ഒഴിച്ചല്ലോ. വെള്ളം ഒഴിച്ചല്ലോ. കൃഷിയുടെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ. ചീനി എന്തോ അറിയാം. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒരു നല്ല മുള പൊട്ടി നല്ല ഇല വന്നിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വളവും മണ്ണും ഇട്ട് ഈ കവർ നമുക്ക് ഇങ്ങനെ പൊക്കി കൊടുക്കാം. മനസ്സിലായോ? കുറച്ച് മേൽമണ്ണും വളവും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ അടുത്ത 15
അടുത്ത 15 ദിവസം ഇടവിട്ട് ഈ സ്ലറി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് തളിച്ചു കൊടുക്കാൻ മതി. അതിനുശേഷം ഇതിൻ്റെ വിളവെന്ന് പറയാൻ 3 മാസക്കാലമാണ്. വെറുതെ 3 മാസം. അത് കഴിഞ്ഞാൽ പിന്നെ വിളവെടുക്കുമ്പോൾ കിഴങ്ങ് അളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് കറക്റ്റ് 3 മാസം ഇന്ന് ഡേറ്റ് കുറിച്ച് വെക്കുക. അടുത്ത 3 മാസം ആകുമ്പോൾ ഇതിന് വിളവെടുക്കാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. മുളച്ച കിഴങ്ങ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 2 കിഴങ്ങ് എടുത്തിട്ട് ഒരു നനഞ്ഞ തുണിയിൽ വെച്ച് കെട്ടി 2 ദിവസം വെച്ച് മുള വന്നിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് മുള വന്നിരിക്കും. അതാണ് അതിൻ്റെ ഒരു മാർഗ്ഗം. ഈസിയാണ്. ശരി, ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി അറിയാനുള്ള കാര്യങ്ങൾ. ഞങ്ങളുടെ കുടുംബം ഈ കൃഷിയിലെല്ലാം ഞാൻ ഫുൾ സപ്പോർട്ടാണ്. കുറച്ച് പോലും വരെ വന്ന് കൃഷി. ഓക്കെ. വെള്ളം ഒഴിക്കാം. നീ നാളെ വെള്ളം ഒഴിക്കാം. കൃഷിയുടെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് കേട്ടോ, നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ. ചീനി എന്തോ അറിയാം. നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കൃഷിയിടത്തിൽ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രയോജനങ്ങളെ പറ്റിയാണ്. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് ചെടികളിൽ പ്രവർത്തിക്കുന്നത്, ഇതിനെപ്പറ്റിയുള്ള ഫുൾ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇതേപോലെയുള്ള കൂടുതൽ കൃഷി വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറന്നേക്കല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയൽ കൾച്ചറാണ്. അപ്പോൾ ഇത് നമുക്ക് പലതരം സ്വകാര്യ ഏജൻസികൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ വിവിധ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാളുകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ ലഭ്യമാണ്. ഇത് ഏകദേശം 100 ഗ്രാമിന് 30 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ നമ്മൾ ഇത് വാങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ലിക്വിഡ് ഫോമിലും ഉണ്ട്, അതേപോലെ തന്നെ പൗഡർ രൂപത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ വാങ്ങിയിരുന്നത് പൗഡർ രൂപത്തിലാണ്. ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. മിക്കവാറും 6 മാസം എക്സ്പയറിയാണ് ഇത് കൊടുക്കാറ്. അപ്പോൾ ഇത് നമ്മൾ വൺസ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് 2 കവറുണ്ട്. ഒരു ഔട്ടർ കവറുണ്ട്, ഉള്ളിൽ വേറൊരു കവറുണ്ട്. എയർ ടൈറ്റ് ആയിട്ടായിരിക്കും ഇവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യാനുസരണം മാത്രം ഇതിൻ്റെ 1 കിലോയുടെ ഇത് കാണും. അപ്പോൾ ചെറിയ കൃഷിത്തോട്ടം ഉള്ളവരാണെങ്കിൽ ചെറിയ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. വലിയ കൃഷിക്കാരാണെങ്കിൽ ഇതിൻ്റെ വലിയ പാക്കറ്റുകൾ എടുക്കുക. ഇത് എടുത്ത ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ അടച്ചിട്ട് നമ്മൾ തണലത്ത് സൂക്ഷിക്കുക. നേരിട്ട് വെയിൽ കൊള്ളാത്ത രീതിയിൽ എടുക്കുക. എന്ന് വെച്ചാൽ ഇതിനകത്ത് ബാക്ടീരിയൽ കൾച്ചറാണുള്ളത്. അത് ജീവനുള്ള സംഭവമാണ്. അപ്പോൾ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെമ്പറേച്ചർ ഇതിൽ കൂടുകയും അതേപോലെ അത് ബാക്ടീരിയ നശിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ഈ സ്യൂഡോമോണാസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ ആണ് കേട്ടോ. സ്യൂഡോമോണാസിന് ഡിഫറൻറ്റ് സ്പീഷീസുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ എടുക്കുന്നത് സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയൽ സ്പീഷീസ് ആണ്. ഇതാണ് ചെടികൾക്ക് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്നത്. സ്യൂഡോമോണസിൻ്റെ വേറെ സ്പീഷീസുകളായ സ്യൂഡോമോണസ് എയറോജിനോസ് എന്നൊക്കെ പറയുന്നത് ഇത് മനുഷ്യരിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന സ്പീഷീസുകളാണ്. അപ്പോൾ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്രാം നെഗറ്റീവ് വിഭാഗത്തിൽപ്പെടുന്ന ഈ ബാക്ടീരിയ മാത്രമേ നിങ്ങൾ എടുക്കാവൂ. അതായത് അംഗീകൃത നഴ്സറികളിൽ നിന്ന് മാത്രമേ ഇത് വാങ്ങാവൂ. അംഗീകൃത സർവകലാശാലകളുടെ ഇതിൽ സ്റ്റാളുകളിൽ നിന്ന്, നഴ്സറികളിൽ നിന്ന്, പിന്നെ അതുപോലെ തന്നെ കമ്പനികളിൽ നിന്ന് മാത്രമേ ഇത് വാങ്ങാവൂ. എന്ന് വെച്ചാൽ വളരെയധികം അപകടം വരുന്നത്, മറ്റ് സ്പീഷീസുകളാണെങ്കിൽ മനുഷ്യരിൽ അപകടം വരുന്നത് സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് മാത്രമാണ് നമുക്ക് ചെടികളിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് ടാൽക്ക് എന്ന മാധ്യമത്തിൽ ഇവർ കൾച്ചർ ചെയ്തിട്ട് ലാബിൽ കൾച്ചർ ചെയ്തിട്ട് അവർ വിൽക്കുന്നതാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെടികളിൽ പ്രവർത്തിക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ മണ്ണിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ്. അപ്പോൾ ഇത് ചെടികളിൽ ഇത് അവർ സെപ്പറേറ്റ് കൾച്ചർ ചെയ്തെടുത്തിട്ട് മാർക്കറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ചെടികളിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചെടികളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെടികളുടെ വേരുകൾക്കുള്ളിലേക്ക് പ്രവേശിക്കുകയും അതേപോലെ ചെടികളുടെ തണ്ടിലും ഇലയിലും ഒക്കെ പ്രവേശിച്ച് ഇത് പലതരം പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിങ് ഹോർമോൺസ് ഇത് പുറപ്പെടുവിക്കുന്നത്. നമുക്കറിയാം ഓക്സിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ്, ചെടികളെ വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺസാണ് ഓക്സിന്. അപ്പോൾ IBA ഇൻഡോൾ ബ്യൂട്രിക് ആസിഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് ഈ ബാക്ടീരിയയ്ക്ക്. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോടൊപ്പം ഈ ചെടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവം വലിച്ചെടുക്കുകയും അങ്ങനെ ചെടി പെട്ടെന്ന് തന്നെ വളരുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. നിറയെ പൂക്കൾ ഉണ്ടാവാനും കായകൾ ഉണ്ടാകാനും സഹായിക്കുകയും ചെയ്യും. അതുകൂടാതെ തന്നെ പലതരം കുമിൾ രോഗങ്ങളുണ്ട്, പലതരം ബാക്ടീരിയൽ രോഗങ്ങളുണ്ട്. ഇവയെല്ലാം നശിപ്പിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. ഇത് പലതരം ആൻറ്റിബയോട്ടിക്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പലതരം രാസസംയുക്തങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫംഗസുകൾ അറിയാം. നമുക്ക് ഇഷ്ടം പോലെ ഈ നമ്മൾ പച്ചക്കറി വെക്കുന്ന സമയത്ത് പയറായാലും പിന്നെ അതേപോലെ വെള്ളരി വർഗ്ഗ വിളകളായാലും ഫംഗസുകളൊന്നും ആക്രമിച്ച് കടചീയൽ രോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ ചീരകളിൽ ഇലപ്പുള്ളി രോഗങ്ങളുണ്ട്. റൈസക്ടോണിയ എന്നൊക്കെ പറഞ്ഞ കുമിള് വന്നിട്ട് ഇലപ്പുള്ളി രോഗങ്ങളുണ്ടാക്കും. ചീരയുടെ ഇലകളിൽ ഇങ്ങനെ വെളുത്ത പാടുകളുണ്ടാകും. അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് ഈ സ്യൂഡോമോണാസ് ഫലപ്രദമാണ്. അപ്പോൾ ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിന് കൈറ്റിനേസ് എന്നൊക്കെ പറഞ്ഞ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഈ കൈറ്റിനേസ് എന്ന് പറയുമ്പോൾ ഇത് ഫംഗൽ സെൽവാളുകൾ ചിലതൊക്കെ നിർമ്മിച്ചേക്കുന്നത് കൈറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംയുക്തം കൊണ്ടാണ്. ഈ കൈറ്റിനേസ് എൻസൈം ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് അതിൻ്റെ സെൽവാൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആ ഫംഗസ് നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇത് പൗഡർ രൂപത്തിലുള്ളതാണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചെടികളിൽ
സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. 2 ആഴ്ച കൂട്ടിക്കുന്ന സമയത്ത് ലിക്വിഡ് ഫോമിലാണെങ്കിൽ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് 2 ആഴ്ച കൂട്ടിക്കുന്ന സമയത്ത് നമുക്ക് ചെടികൾ തളിച്ചു കൊടുക്കാവുന്നതാണ്. അത് കടഭാഗത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചെടികൾ പറിച്ചു നടുന്ന സമയത്ത് ഇപ്പോൾ തക്കാളി ആയാലും അതേപോലെ മുളകായാലും ഒക്കെ പറിച്ചു നടുന്ന രീതികളുണ്ട്, ചീരയൊക്കെ. അപ്പോൾ നമ്മൾ ചെടികൾ പറിച്ച് എടുക്കുന്ന സമയത്ത് ഇതേപോലെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ വേര് ഭാഗം ഇതേപോലെ ഒരു അരമണിക്കൂർ നേരം ഇതിൽ മുക്കി വെച്ചിട്ട് ഈ ലൈനിൽ മുക്കി വെച്ചിട്ട് നട്ടാലും ഈ ബാക്ടീരിയൽ വാട്ടത്തിനെതിരെ ഫംഗൽ രോഗങ്ങൾക്കെതിരെ ഇതിന് കൂടുതൽ കരുത്ത് നൽകാൻ ചെടികളെ സഹായിക്കുന്നതാണ്. പിന്നെ അതേപോലെ നമ്മൾ വിത്ത് നമ്മൾ ഈ സ്യൂഡോമോണാസിൽ പുരട്ടി നമ്മൾ വിത്തുകൾ നടുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ഈ നമ്മുടെ ഈ പയർ വിത്തായാലും വെണ്ട വിത്തായാലും ഒക്കെ ഒരു അരമണിക്കൂർ നേരം ഇതേപോലെ 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ ലൈനിൽ ഇതെല്ലാം മുക്കി വെച്ചിട്ട് നമ്മൾ അരമണിക്കൂർ ശേഷം നമ്മൾ നടുകയാണെങ്കിൽ നല്ല കരുത്തോടെയും അതേപോലെ ഈ രോഗങ്ങൾക്കെതിരെയൊക്കെ പ്രവർത്തിക്കാനുള്ളൊരു ശേഷി ഈ ചെടികൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ സ്യൂഡോമോണാസ് ഒന്ന് പ്രയോഗിക്കുക. അതേപോലെ തന്നെ നമ്മളിതെല്ലാം ബാക്ടീരിയൽ കൾച്ചർ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഗ്ലൗസ് ഇട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിച്ച് തീർക്കുക, വെച്ചോണ്ടിരിക്കരുത്. ചിലരാണെങ്കിൽ ഇത് അലക്ഷ്യമായിട്ട് അങ്ങ് ഒരു വൺസ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അലക്ഷ്യമായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കിട്ടുക. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള 100% ഗുണം കിട്ടത്തില്ല. നമ്മൾ എടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ചു വെച്ച ശേഷം വീണ്ടും നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഇതിൻ്റെ ഫലം 100% ലഭിക്കണമെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ പുളിപ്പ് രസം നിയന്ത്രിച്ചതിന് ശേഷം വേണം മാത്രം നമ്മൾ ഉപയോഗിക്കാൻ. കുമ്മായോ ഡോളോമൈറ്റോ ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ മണ്ണിൻ്റെ പുളിപ്പ് രസം ക്രമീകരിച്ച ശേഷം വേണം മാത്രം ഇത് ഉപയോഗിക്കാൻ. അസിഡിക് മണ്ണിൽ ഇത് അത്രയ്ക്ക് ഗുണപ്രദമല്ല. പിന്നെ അതേപോലെ തന്നെ രാസവളം ഉപയോഗിച്ച് ഇപ്പോൾ ചിലർ കർഷകർ രാസവളം ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ രാസവളം ഉപയോഗിച്ചിട്ട് ഒരു 15 ദിവസത്തിന് ശേഷം വേണം മാത്രം നമ്മുടെ ഈ സ്യൂഡോമോണാസ് പ്രയോഗിക്കാൻ. അല്ലെങ്കിൽ ഈ സ്യൂഡോമോണാസ് പ്രയോഗിച്ച് 15 ദിവസത്തിന് ശേഷം വേണം മാത്രം ഇത് ഉപയോഗിക്കാൻ. വൈകുന്നേരങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. വൈകുന്നേരങ്ങളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റ് ആയിരിക്കും. രാവിലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത്രയ്ക്ക് എഫക്റ്റ് വരത്തില്ല. പിന്നെ ആണെങ്കിൽ ഇത് പാക്കറ്റ് പെട്ടെന്ന് തന്നെ തീർക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ കുറേ ജൈവ അവശിഷ്ടങ്ങളൂടെ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ, അതായത് കമ്പോസ്റ്റോ അല്ലെങ്കിൽ കരിയിലയോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന് എഫക്റ്റ് കൊടുക്കും. ഇത് ബാക്ടീരിയ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂടുതൽ ബാക്ടീരിയകൾ മണ്ണിലേക്ക് ഉണ്ടാവാനും അത് കാരണം ചെടികളുടെ ഗ്രോത്ത് വളരെയധികം കൂടാനും ഇത് സഹായകരമാവും. പിന്നെ അതേപോലെ തന്നെ ഈർപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് കൊടുത്തതിന് ശേഷം. പിന്നെ ഇത് അധികമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു ജൈവ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ വീട്ടിൽ കിടക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിപ്പോൾ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഇതിലൊരു ബാക്കി ഒരു നമ്മൾ ഉപയോഗിച്ച ശേഷം ഒരു 50 ഗ്രാം ബാക്കി വരികയാണെങ്കിൽ ഒരു 2 കിലോ ചാണകപ്പൊടിയോ ഒക്കെ വീട്ടിൽ ഉണങ്ങിയ ചാണകപ്പൊടി കിടക്കുകയാണെങ്കിൽ ആ ചാണകപ്പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് ഇതിലുള്ള 50 ഗ്രാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് പുട്ടിൻ്റെ പരുവത്തിൽ നമ്മൾ വെള്ളം അതിൽ നനച്ചിട്ട്, ഇപ്പോൾ അറിയാമല്ലോ പുട്ടിൻ്റെ പരുവം നമുക്ക് ഒത്തിരി കുഴയത്തുമില്ല, ഒത്തിരി വെള്ളമായി ഇല്ലാത്ത ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ പുട്ടിൻ്റെ ആ പരുവത്തിൽ നമ്മൾ ഇത് കലക്കി ഇതിലൂടെ മിക്സ് ചെയ്തിട്ട് ആ ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട്, ചാണകപ്പൊടി ഇല്ലെങ്കിൽ കമ്പോസ്റ്റ് ആയാലും മതി, കമ്പോസ്റ്റിൽ ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു 7 ദിവസം ഇതുപോലെ മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ ഇതുപോലെ ചാക്കിലോ എല്ലാം എടുത്തിട്ട് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു 50 ഗ്രാം എടുത്തിട്ട് ചെടികളുടെ ചുവട്ടിൽ നമ്മൾ വളമായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. 2 ആഴ്ച കൂടിക്കുമ്പോൾ പച്ചക്കറി വിളകളിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കുകയും നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകുകയും രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തിയും കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലുള്ള സ്യൂഡോമോണാസ് ഒന്ന് വാങ്ങി പരീക്ഷിച്ച് നോക്കുക. ഇതൊരു തികച്ചും സുരക്ഷിതമായിട്ടുള്ളൊരു ബയോ കൺട്രോൾ ഏജൻറ്റാണ്, ബയോ ഫെർട്ടിലൈസറായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. എളുപ്പമാണ്, അത് കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്ര വലിയൊരു കമ്പായതുകൊണ്ട് നമുക്ക് ഇവിടെ മുറുക്കാം. ഓക്കെ. ഓ നല്ല കയറിനകത്തൂടെ ഉത്തോല ഇടുന്നത്, ഈ കയറിന് വേണ്ടി ഹോളിനകത്ത് പോകും. ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു കപ്പ പറിക്കുന്ന മരച്ചീനി പറിക്കുന്ന ഒരു വീഡിയോ, അതും ഉത്തോലകം എന്ന് പറഞ്ഞ ഒരു രീതി ഉപയോഗിച്ച്. അതിന് ഇഷ്ടംപോലെ പേര് കമൻറ്റ് ചെയ്തു, ലൈക്കും ചെയ്തു. പക്ഷേ അതിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഇഷ്ടം പോലായിരുന്നു വന്നത്. അതിൽ കമൻറ്റ്സായിട്ട് വന്നത് ചീനി വെറും 5 കിലോയേ ഉള്ളൂ, പിന്നെ ഇത് മണ്ടത്തരമാണ്, ഫൂളിഷ് ഐഡിയ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഈ വീഡിയോ. എന്തോ പരിപാടി? ഒരുപാട് ചീനി പിന്നണം, എളുപ്പമാർക്കം നമുക്ക് അറിയാവുന്ന കാര്യം ചെയ്യുകയാണ്. ഉത്തോലകം ഉപയോഗിച്ചാണ് സാധാരണ ഞാൻ ചീനി പിടാറുള്ളത്. ഉത്തോലകോ? അത് പുതിയ ടെക്നിക്കാണല്ലോ. ടെക്നിക്ക് പുതിയ തന്നെ, എങ്കിൽ തന്നെയും എളുപ്പമാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓ നല്ലൊരു അടിപൊളി എമണ്ടൻ ചീനിയാന്ന് തോന്നല്ലോ. ചീനി കുഴപ്പമില്ല, 10 മാസം ആവുന്നു. ഓക്കെ ഓക്കെ. ഇത് പിടിച്ചെടുത്തതിന്റെ ബാക്കി 1-2 നമുക്ക് വേണ്ടി ഇട്ടിരുന്നതാണ്. അത് നമ്മളൊന്ന് പിഴാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ ഓക്കെ. ആദ്യമായിട്ട് നമ്മൾ ഈ കമ്പ്
എത്തുമ്പോൾ ഒക്കെ അങ്ങ് വെട്ടുന്നു. ആ ഇത് നമുക്ക് എനിക്ക് വേറൊരു സിസ്റ്റം ഉണ്ട്. ഞാൻ ആ ചീനി പിടിച്ചപ്പോൾ തന്നെ അടുത്ത് ചീനി ഇട്ടേക്കുക. അടുത്ത ചീനി ഇട്ട് കഴിഞ്ഞു. അടുത്ത ചീനിയുടെ ആ പരുവത്തിലായി വന്നേക്കുക. ഇത്രയും പരുവായി. ഇത് പഠിക്കും തോറും ഞാൻ വേറെ സൈഡിൽ ഇട്ട് വരും. ഓക്കെ 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 2 മാസം ഏകദേശം 1.5 മാസമായത് എല്ലാം ഇങ്ങനെ ഇട്ട് വരും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയായി. അപ്പോൾ ഇതെല്ലാം പറിച്ച് കഴിയുമ്പോഴത്തേന് ഇത് ശരിയാവും. അതെ അതെ. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് വെള്ളം ചവിട്ടി ഒഴിക്കുന്നു. ഓക്കെ. ഇപ്പോൾ മഴയുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. നമുക്ക് എളുപ്പമായിട്ട് പറിക്കാം. ഇപ്പോൾ ഇച്ചിരി ഉണക്കായതുകൊണ്ട് ഇച്ചിരി ഇത്ര വലിയ ചീനി ആയതുകൊണ്ടേ ഇച്ചിരി പ്രയാസമായിരിക്കും. അത് വലിയൊരു കമ്പായതുകൊണ്ട് നമുക്ക് ഇവിടെ മുറുക്കാം. ഓക്കെ. ഓ നല്ല തടി പോലെ ആയി എൻ്റെ. അപ്പോൾ നമ്മൾ യുദ്ധമെല്ലാം ഉപയോഗിക്കുന്ന മുമ്പ് ഈ കയറ് രണ്ടായിട്ട് കെട്ടിയിട്ടേക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. ഇട്ട് കഴിഞ്ഞാൽ ഉത്തോലം ഇങ്ങനെ ഇടുന്നത്. ഈ കയറിനകത്തൂടെ ഉത്തോലം ഇടുന്നത് ഈ കയറിന് വേണ്ടി ഹോളിനകത്ത് പോകും. ഹോളിലൂടെ ഇട്ടൊന്ന് മുറുക്കി നിർത്തിക്കൊണ്ട് മഴ വരുന്നു. ഉത്തോലകത്തിൻ്റെ മഴ വരുന്നു. എന്താ ഇപ്പം ഇതിനിടയ്ക്കൊരു മഴ പെയ്ത് നമുക്ക് നല്ലതാണ്. ഇത് മഴ പെയ്തപ്പോഴത്തേന് കണ്ടോ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മഴയത്താണ് നമ്മൾ ഇത് എടുക്കുന്നത്. ഓക്കെ. നമ്മൾ ഉത്തോലകത്തിന് വേണ്ടി കയറിട്ട് ഉത്തോലകം ഇതാണില്ലയോ? ഓക്കെ. എന്നിട്ടൊരു കല്ല് അവിടെ വെച്ച് വെച്ചിട്ട് എനിക്ക് ആളുകൾ കാണിക്കണമല്ലോ. ഓ എമ്മണ്ണ ചീനിയായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ സൂപ്പറായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളില്ലയോ? നിൽക്കേ. ലെമൺ ചീനിയാണ്. ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റുമോ? ഇത് മാറ്റിയിട്ട് മാത്രം മതി. മണ്ണ് മാറ്റിയിട്ടേ അത് നോക്കാം എത്രത്തോളം കിട്ടിയിട്ടുണ്ട്. അന്ന് പലരും പറഞ്ഞിരുന്നു ചീനി 5 കിലോയേ ഉള്ളൂ, 2 കിലോയേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ നോക്ക് എത്രത്തോളം ഉണ്ടെന്ന്. ചീനിയുടെ വലിപ്പം നോക്ക്. അത് ഒറ്റ ആൾ കൊണ്ടാണ് നമ്മളന്ന് ഇപ്പോൾ നമ്മൾ പൊക്കിയേക്കുന്നത്. ഒരാൾ മാത്രം മതി. നമ്മൾ എടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഉത്തോലകം മാത്രം, ഒരു ചെറിയൊരു കല്ല് മാത്രം എടുത്തു. ഈ ഒറ്റയ്ക്ക് ഈ ചീനി ഇത്രയും കിലോ ഉള്ള ചീനി നമ്മൾ ഒറ്റയ്ക്ക് പൊക്കിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാരണ രീതിയിലൊരു 4 പേര് 3-4 പേര് പൊക്കിയാൽ മാത്രമേ ഇത്രയും പൊക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇത് നോക്ക്, നമ്മൾ മണ്ണ് ഇളക്കിയില്ല, ഒന്നും ഇളക്കിയില്ല, നേരെ നമുക്ക് ചീനി ഇടാൻ പറ്റും. If you like this video, please share the video and follow my channel. വീഴുവേ. ഇങ്ങോട്ട് വാ.
എത്താതെ പോ. ഓ അതാ ഞാൻ എന്താ ചെയ്യാനാ, ഞാൻ ഇവിടെ വെച്ച് ചെയ്തോണ്ടിരിക്കുമല്ലോ, ഞാൻ ആത്തിടുക. ഓടാതെ പോ. ഇനി ഒന്നുകൂടെ ചെയ്തിരിക്കും. നമ്മൾ ഡെയിലി വീട്ടിൽ തേങ്ങ എടുക്കാറുണ്ട്. അപ്പോൾ എടുക്കുന്ന സമയത്ത് തേങ്ങ പൊട്ടിക്കുമ്പോൾ പല പല കഷ്ണങ്ങളായിട്ട് പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ പൊട്ടിക്കാൻ വേണ്ടി ഒരു മാർഗ്ഗമാണ്. ഇപ്പോൾ നമുക്കറിയാം തേങ്ങയുടെ ഇതിൽ 3 കണ്ണുകളുണ്ട്. അപ്പോൾ ഒരു വലിയ കണ്ണ്, 2 ചെറിയ കണ്ണ്. അപ്പോൾ ആ ഒരു കണ്ണെന്ന് പറഞ്ഞാൽ കുറച്ച് വലുതായിട്ട് കാണാം. അപ്പോൾ ഇതാണ് ആ വലിയ കണ്ണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഇതുണ്ട്, ഒരു വരയുണ്ടല്ലോ. ഈ വരയുടെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് വെട്ടത്തി കൊണ്ട് ഒരു വെട്ട് കൊടുത്തു കഴിഞ്ഞാൽ, 1 2 വെട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തേങ്ങ പൊട്ടും. പക്ഷെ നമ്മൾ അതേ സമയത്ത് നമ്മൾ ഈ ഭാഗത്തൊക്കെ ഇട്ട് വെട്ടിയാൽ തേങ്ങ പല പല കഷ്ണങ്ങളായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് നോക്കാവേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ പൊട്ടിക്കാൻ പോവാണേ. കേട്ടോ, നല്ലതായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഒറ്റ വെട്ടിന് തന്നെ നമുക്ക് തേങ്ങ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചാൽ മാത്രം മതി. കേട്ടോ, ഒറ്റ വെട്ടിന് നമുക്ക് 2 മുറിയായിട്ട് നമുക്ക് സൂപ്പറായിട്ട് തേങ്ങ കിട്ടി. കണ്ടോ, അതായത് ഈ ഓപ്പോസിറ്റ് സൈഡിലത്തെ ആ വരയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മാത്രം മതി. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ പുത്തൻ കൃഷി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇത് വിഷയം എന്ന് പറഞ്ഞാൽ ലെയറിങ് അഥവാ പതിവയ്ക്കലിനെ പറ്റിയാണ്. ഇപ്പോൾ പതിവയ്ക്കലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ കുരു ഇട്ട് മുളപ്പിച്ച് ചെടികളുണ്ടാകുമ്പോൾ ഇഷ്ടംപോലെ നിറയെ വർഷങ്ങളെടുക്കും കായ ഉണ്ടാവാൻ. അപ്പോൾ പതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെച്ചിട്ട് 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ചെടികളിൽ കായ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇത് തിരഞ്ഞെടുത്തേക്കെന്ന് പറഞ്ഞാൽ ചാമ്പയാണ്. ഇപ്പോൾ ചാമ്പയിൽ ചെയ്യാം, പേരയിൽ ചെയ്യാം, റംബുട്ടാനിൽ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പൊക്കത്തിൽ ലെമണിൻ്റെ വെറൈറ്റികൾ, നാരക വെറൈറ്റികളിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പൊക്കത്തിൽ വളരാത്ത ചെടികളിൽ പതി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ ഇതിന് തായ്വേര് ഇല്ല. അത് കാരണം നമുക്ക് ഉയരത്തിൽ വളരാത്ത ചെടികളിൽ ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഇതപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു ചാമ്പയുടെ മരമാണ്. ഇതുണ്ടാണോ ചെറുപ്പത്തിലുള്ള ഇതിപ്പോൾ വെച്ചിട്ട് നമുക്ക് ഒരു 6 മാസം കൊണ്ട് തന്നെ ഇതിൽ കായ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ കായ്ച്ച ചെടികളിൽ നിന്ന് വേണം നമ്മൾ പതി വെക്കാൻ വേണ്ടി. അപ്പോൾ അതിനുള്ള രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ മേൽമണ്ണ്, ചകിരിച്ചോറ്, പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിത പോട്ടി മിക്സറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യമായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തിട്ട് പിന്നെ അതിനുശേഷം നമുക്കൊരു കവറാണ് വേണ്ടത്, പിന്നെ ഇത് കെട്ടാനുള്ള കയറും. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒരു നല്ല കാഴ്ച മരത്തിൻ്റെ ഒരു ശാഖ തിരഞ്ഞെടുക്കുക ലെയറിങ് ചെയ്യാൻ വേണ്ടി. ഒത്തിരി മൂത്തത് കമ്പും ആയിരിക്കരുത്, ഒത്തിരി ഇളം പ്രായമായിട്ടുള്ള കമ്പും ആയിരിക്കരുത്. ഒരു നല്ല ഇതേപോലുള്ളൊരു സ്റ്റെമ്മ് തിരഞ്ഞെടുക്കുക. സ്റ്റെമ്മ് തിരഞ്ഞെടുത്ത ശേഷം അതിൻ്റെ ഇങ്ങനെ ചുറ്റും ഒന്ന് കട്ട് ചെയ്യുക. ഏകദേശം 1 ഇഞ്ച് നീളത്തിൽ കണ്ടോ, ഇങ്ങനെ ഒരു ചുറ്റും ഒന്ന് കട്ട് ചെയ്യുക. ഈ ഭാഗത്തൊന്ന് കട്ട് ചെയ്യുക, ഇവിടെ ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ കണ്ടോ ഇവിടുന്ന് ഈ തൊലി അങ്ങ് റിമൂവ് ചെയ്ത് കളയുക. ഇതേപോലെ തൊലി റിമൂവ് ചെയ്ത് കളയുക. കണ്ടോ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൊലി അങ്ങ് പോകും. പേരയുടെ ഒക്കെ ആണെങ്കിലും ഇതേപോലെ പെട്ടെന്ന് തന്നെ കണ്ടോ, ഇങ്ങോട്ട് നോക്കും,
ഈ 2 തൊലിയും തമ്മിൽ ചേരരുത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഇത് ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടേക്ക് നമ്മൾ വളക്കൂറുള്ള പോട്ടി മിക്സർ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് വേര് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വരികയും ആ വേര് വന്ന ഭാഗം നമ്മൾ അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ. കണ്ടോ, ഇത്രയും മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 തൊലികൾ തമ്മിൽ യോജിക്കരുത്. ഇത് നമ്മൾ ഈ പോട്ടി മിക്സർ നമ്മൾ ഈ കവറിലേക്ക് നിറയ്ക്കുകയാണ്. നിറച്ച ശേഷം നമ്മൾ ഇതേപോലെ റിമൂവ് ചെയ്തിട്ട് നല്ല ഫിക്സായിട്ട് ഇതേപോലെ തന്നെ വെച്ചിട്ട് നമ്മളിനി ഇതിൽ കെട്ടി വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇത് പോട്ടി മിക്സർ ഈ കവർ നിറച്ച് എന്നിട്ട് നമ്മൾ താഴെ ഇതേപോലെ ഒരു കയർ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് കെട്ടി വെക്കുക. നല്ല ഇതിൽ കെട്ടിയിട്ട് നമ്മൾ പിച്ചാത്തി വെച്ചിട്ട് ഇതിൻ്റെ ഇത് കവർ എടുത്തതിൻ്റെ സെൻറ്ററിലൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. നമ്മൾ ഇതെടുത്തിട്ട് നമ്മൾ ഇവിടോട്ട് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. അതിന് വേണ്ടിയാണ് ഇത് നമ്മൾ മുറിഞ്ഞ ഭാഗമാണ്. അവിടെ നമ്മൾ ഇതിങ്ങനെ കയറ്റി വെക്കുക. കണ്ടോ, ഇങ്ങനെ കയറ്റി വെച്ച ശേഷം നമ്മൾ ഇവിടെ ഇത് കയർ കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ഈ കെട്ടിയ കയറെടുത്തിട്ട് നമ്മൾ ഇവിടെ നല്ല രീതിയിൽ ഇതേപോലെ കെട്ടി വെക്കുക. ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് ഒരു മാസം കഴിയുമ്പോഴത്തേനും ഇതിൽ വേരുകൾ വരാൻ തുടങ്ങും. വേരുകൾ വന്ന ശേഷം നമ്മൾ ആ വേര് നല്ല വെളുത്ത വേരായിരിക്കും. വെളുത്ത വേരിൻ്റെ കളറൊന്ന് മാറിയിട്ടൊരു ചെറിയൊരു മഞ്ഞ കളർ അതെല്ലാം മാറിയിട്ടൊരു നല്ല മൂക്കുന്ന സമയത്ത് ഏകദേശം 1.5 മാസം ആകുമ്പോഴത്തേനും ഇതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഇങ്ങനെ തൊട്ട് താഴെ നമ്മൾ ഫുള്ളായിട്ട് മുറിക്കാതെ ഇവിടെ ചെറിയൊരു കട്ട് കൊടുക്കുക. കട്ട് കൊടുത്ത ശേഷം വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചെടിയിൽ നിന്നും ഇത് റിമൂവ് ചെയ്ത് എടുത്തിട്ട് ഇതിൽ പോട്ടി മിക്സർ നിറച്ച ഇതിൽ ഇതേപോലെ മാറ്റി നടാവുന്നതാണ്. അത് പിന്നെ നിങ്ങൾക്ക് തറയിലായാലും നട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല. പോട്ടി മിക്സർ നിറച്ചിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, വെച്ച് എന്താ ചെയ്യുന്നുണ്ടോ? കണ്ടോ, എന്താ ചെയ്യുന്നുണ്ടോ? കരയല്ലേ, നല്ല കുഞ്ഞില്ലയോ? ഇതുണ്ടോ?
ചെടി നടുന്നത് പറ. കൊടുത്ത് Hey! Oh. ചേട്ടാ നമ്മുടെ കൂട്ടിനകത്ത് തേനീച്ച കയറുന്നുണ്ട്. കൂട്ടിനകത്ത് തേനീച്ച കയറുന്നുണ്ട്. ധരിച്ച്
തൊടല്ലേ? അയ്യോ പേടിപ്പിക്കാ ഇവിടെ തേനീച്ച ഒന്ന് കയറുന്നുണ്ടോ? ഇവിടെ നമ്മൾ കലത്തിനകത്ത് തേനീച്ച കയറുന്നു. രാവിലെ പിച്ചാത്തിയൊക്കെ ആയിട്ട് ഇത് അത്തച്ചി കൃഷിഭവനിന്ന് കുറെ വിത്തുകൾ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പം വെറുതെ ഇരിക്കുവല്ലയോ, അപ്പൊ ഇത് ഇത് അത്തച്ചി സുനിമോനെ കഴിഞ്ഞ വർഷം ഇത് കൃഷി ചെയ്ത കവറാ, ഈ കവറുകളെ. അപ്പൊ ഞാൻ ഇത് വെറുതെ ഇരുന്നപ്പോഴേ രസവും തോന്നി. അപ്പൊ ഞാൻ വെറുതെ ഇരുന്നപ്പം ഇങ്ങനെ എല്ലാം ഒന്ന് നോക്കിയപ്പം ഞാൻ അതൊക്കെ ചകിരിച്ചോറ് ശകലം ചാണകപ്പൊടി ഇട്ട് എല്ലാം ചെയ്ത് നോക്കി. അപ്പൊ ഇത് കിളിക്കുന്നു. അപ്പൊ എനിക്ക് സന്തോഷമായി. ഇതെന്തൊക്കെയുണ്ട് സംഭവം? ഇതാണ് മുളക് തൈ, വഴുതനങ്ങ, മുളക് തൈ ഒന്നുകൂടെ വളർന്നിട്ടുണ്ട്. കോളിഫ്ലവർ, ഇത് കാബേജ്, വഴുതനങ്ങ, ഇത് നീളമുളക്, പച്ചമുളക്. പിന്നെ ചീരയുണ്ട്, ചീര വരുന്നുള്ളൂ. പിന്നെ ഇത് ഓറഞ്ച്. ഞാൻ ഓറഞ്ച് കൊച്ചുമോൻ ഓറഞ്ച് തന്നപ്പോഴേ ഓറഞ്ച് ചുമ്മാ വായ ഇട്ട് നോക്കി കിളിച്ചത്. കണ്ടപ്പോ സന്തോഷം. ഞാൻ തേനാക്കി വെച്ചേക്കാണ്. ഇതൊക്കെ ഇനി ഇതിപ്പോ അമ്മച്ചി എന്തൊക്കെ ഈ ചകിരി എന്തൊക്കെ ഇട്ട ചോറും ചാണകപ്പൊടി. പരീക്ഷിച്ച് നോക്കിയതാ. അപ്പൊ നമ്മൾ ഇതുപോലൊക്കെ ചെയ്ത് നോക്കിയാൽ വിജയിക്കാന്ന് പറയാം അല്ലയോ? അമ്മച്ചിക്ക് വീട്ടമ്മമാരോട് എന്ത് പറയാനുള്ളത്? വീട്ടമ്മമാര് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഫോൺ കാണുന്ന സമയത്ത് വൈകുന്നേരം വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചുമ്മാ ഒരു കുസൃതി ചെയ്ത് നമുക്ക് കറി വെക്കാനാവുമല്ലോ. വെണ്ടയ്ക്കൊക്കെ ഇവിടെ കിളിച്ചിട്ടുണ്ടല്ലോ. ഇതിന് വൈകുന്നേരം ഞാൻ മാറ്റി നടാനുള്ള ഉദ്ദേശമാണ്. അപ്പൊ അമ്മച്ചി നട്ടാണ് ഇതൊക്കെ? ഇതൊക്കെ ഞാൻ നട്ടതാ. ഓ വെണ്ടയ്ക്ക നല്ലതായിട്ടുണ്ടായിട്ടുണ്ടല്ലോ. അത്തച്ഛനെ സഹായിക്കും. എന്നാല് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളല്ലോ. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഓഹോ ഇവിടെ എല്ലാം ഉണ്ടല്ലോ ആള്. ഓക്കെ മുളകുണ്ട്. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നിപ്പോണ്ടല്ലേ? ഇത് അമ്മച്ചിയുടെ മുളക് തൈയാണോ? ഓക്കെ മുളക്. ഇവിടെ വഴുതനങ്ങ നിപ്പുണ്ടല്ലോ. വഴുതനങ്ങ ഉണ്ട്, ഇവിടെ ഉണ്ട് വഴുതനങ്ങ ഇല്ലയോ? ഇവിടെ ഉണ്ട് വഴുതനങ്ങ. ഇതിന് കുറച്ച് പുല്ലൊക്കെ ഉണ്ട്, അതൊന്ന് മാറ്റണം ഇല്ലയോ? മുളകെല്ലാം നല്ല രീതിയിലാണ് വളർന്നു വരുന്നത്. ഇത് പച്ചച്ചീര എല്ലാം ഉണ്ട് ഇല്ലയോ? ഇത് കോവലാണോ? ഒത്തിരി സംഘർഷങ്ങൾ ഒഴിവാക്കുക. കാന്താരി മുളക് എല്ലാം ഒരു ചെറിയൊരു സെറ്റപ്പിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സംഘർഷങ്ങൾ ഒഴിവാക്കാം. അപ്പൊ എല്ലാരും ഇതുപോലെ എന്തോ ഒന്ന് പറഞ്ഞു. ഇതുപോലെ വീട്ടമ്മ ഇതുപോലെ വെറുതെ ഇരിക്കുമ്പം ശകല ഒരു 2 സെന്റ് വസ്തു മതി നമുക്കിത് ചെയ്ത് തീർക്കാനില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ വീട്ടിൽ തന്നെ വിഷമില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും ഇല്ലയോ? അത് ആരെല്ലാം ഒരു സഹായം അല്ല, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇതൊക്കെ ഇല്ലയോ? സന്തോഷമാണല്ലോ. ഓക്കെ അതെ ഞാൻ ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് എഡിറ്റ് ചെയ്തോളാം. എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് അയച്ചു തരാം. ഒരാളെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എനിക്കൊക്കെ അറിയത്തില്ല സത്യം പറഞ്ഞ ഈ കാര്യങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടെന്ന്. യൂട്യൂബിൽ എനിക്കൊരു 30,000 സബ്സ്ക്രൈബറോളം ഉണ്ട്. ചേച്ചി ഇതിനൊക്കെ എത്ര രൂപ വില? ഓക്കെ ചെടിച്ചട്ടിക്ക് ആണാണ് ഞാൻ അവിടുന്ന് 60 രൂപയൊക്കെ മേടിച്ചു. പക്ഷെ ഇവിടെ നല്ല വിലക്കുറവുണ്ട്. ഓക്കെ ഈ വലിയ ചട്ടിക്ക് 30 രൂപ അല്ലേ? 30 രൂപ. ഓക്കെ
ഇതിപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കാലമായി? ഇപ്പോൾ 1 വർഷം ആവാൻ പോകുന്നു. 1 വർഷം ആകാൻ പോകുന്നു. അപ്പോൾ ചുനക്കരയുടെ കൃഷിഭവൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ഓക്കെ. സ്ഥാപനത്തിൻ്റെ പേര് കാർഷിക കർമ്മസേന. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് മൈക്രോ ഫുഡ് അല്ലേ? മൈക്രോ ഫുഡ് എല്ലാത്തരം വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള. അതിന്റെ തന്നെ 2 വെർഷൻ ഉണ്ട്. ഒന്ന് വെജിറ്റബിൾസിനും ഒന്ന് തെങ്ങിൻ തൈക്കും ഉള്ളത്. ഓക്കെ ഓക്കെ. ഇത് മൈക്രോ ഫുഡ് അല്ലേ? ഓ, ഇത് തെങ്ങിൻ്റെ തൈക്ക്. ഓക്കെ ഓക്കെ. പിന്നെ ഇത് പ്രോട്രേ. ഇതിന് എത്ര രൂപയാണ്? 12 രൂപ. ഓക്കെ ഓക്കെ. ശരി ശരി. ഇത് ട്രൈക്കോഡർമ 20 രൂപയുള്ളൂ അല്ലേ? 20 രൂപയുള്ളൂ. ഇപ്പോൾ ഇത് ആണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം? 1 ലിറ്റർ വെള്ളത്തിൽ 1 നുള്ളിട്ടിട്ട് കലക്കി ഉപയോഗിക്കുക, ഏതെങ്കിലും പച്ചക്കറിക്കോ. ഓക്കെ ഓക്കെ ഓക്കെ. ട്രൈക്കോഡർമ. ഇത് സ്യൂഡോമോണാസ് സെയിം. ഓക്കെ ഓക്കെ. 10 ഗ്രാം മതിയായിരിക്കും. 10 അല്ല 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടി ആഴ്ചയിൽ 2 വട്ടം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഗ്രോ ബാഗ് ലൂസായിട്ടും കൊടുക്കും. 12 രൂപ വെച്ച്. ഇത് 12 രൂപയേ ഉള്ളൂ. ഓക്കെ. വലിയ ഗ്രോ ബാഗാണ് അല്ലേ? ഹലോ സാറേ. ഇട്ടുതരാം. ശരി. ഇങ്ങനെയാണിത്. സൂപ്പർ അങ്ങനെ. സൂപ്പർ സൂപ്പർ. ഞങ്ങൾ ബാബർ തട്ടേ. നമുക്കൊരു പരിപാടിയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ റിച്ചുവിനെ കൊണ്ട് നമ്മളൊരു മരം നടിയിപ്പിക്കുക. പിള്ളേർ മണ്ണിൽ ഇറങ്ങുമ്പോഴത്തേന് അമ്മമാരും അച്ഛന്മാരും എല്ലാം കടന്നിട്ട് വഴക്ക് പറിച്ചിട്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ഇപ്പോഴൊക്കെ പഠിപ്പിച്ചാലാണ് അവർക്ക് മണ്ണിനോട് താല്പര്യം ഉണ്ടാകുക, ചെടികളോട് താല്പര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനും റിച്ചും കൂടെ ചേർന്നിട്ട് നമ്മൾ മാവ് മരം ഇത് നടാൻ പോവാം. നമുക്ക് നടണേ. എനിക്ക് കുഴിക്കത്തില്ല നടണ്ട കേട്ടോ. അപ്പോൾ എങ്ങനെയാ നമ്മൾ മാവ് മരം നടുന്നതിന് ഒരു നല്ല ആഴത്തിലൊരു കുഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ ഭയങ്കര കല്ലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കല്ലൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ കുഴി എടുത്തിട്ടുണ്ട്. ഈ കുഴിക്കകത്തിലേക്ക് റിച്ച് ഇത് കണ്ടോ ഇതെന്തുവാ? വളം. എന്താണ് പറഞ്ഞേ? ഈ വളം നമ്മൾ അടിവളമായിട്ട് നല്ല ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലാം ചേർത്തിട്ടുള്ള ഒരു വളമാണ്. ഇങ്ങി വാ ഇവിടെ ഇവിടെ നിന്ന് കാണു കേട്ടോ. അബ്ബാ ചെയ്ത് കാണും. അപ്പോൾ നമ്മുടെ മരം ഇതാണേ. ഇതാ മരം. എന്തുവാ മരം? ഇത് മരം ഇങ്ങനെ മാറ്റി ഇവിടെ വെക്ക്. അവിടെ വെക്ക്. അത് നമുക്ക് നടാം. ഇവിടെ വന്നിരിക്കും. വീടാതെ അവിടെ ഇരിക്കും. എന്ത് ചെയ്യണം? മരം നടാൻ പോവാ കേട്ടെ. ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങോട്ട് നോക്ക്. ആദ്യം കണ്ടോ, ഇതെല്ലാം നമ്മളിങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്യണം? മണ്ണിങ്ങനെ ഇട്ടിട്ട് പോകാൻ പിടിച്ചിട്ട് ഇത് മാറ്റി. അത് ഇങ്ങനെ അബ്ബ പറഞ്ഞ പോലെ ചെയ്യാം കേട്ടോ. കണ്ടോ? പിടിച്ചോ. അവിടെ ഇവിടെ പിടിച്ചോ. ഇവിടെ പിടിച്ചിട്ട് ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നീങ്ങി അവിടെ നിൽക്കുക. എന്നിട്ട് പിടിച്ചോ. ഇവിടെ പിടിക്കും. മോനാട്. ഇവിടെ പിടിക്കും. ഇവിടെ അബ്ബ പിടിക്കാനത്ത് പിടിച്ചു. നട്ടിട്ട് എന്ത് ചെയ്യണോ? എന്താണ്ടോ ഇങ്ങനെ അങ്ങോട്ട് മണ്ണ് വാരിയിട്. മണ്ണ് വാരിയിട്. അങ്ങനെ മണ്ണ് വാരിയിട് കേട്ടോ. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം? ഈ മണ്ണെല്ലാം ഇങ്ങനെ വാരിയിടണം കേട്ടോ. റിച്ചുമോ അങ്ങനെ എന്തോ ഇത് മാവ് എന്തോ പറഞ്ഞേ? മാവെന്ന് പറഞ്ഞേ. മാവ് മണ്ണ് വാരിയിടുന്നതാണ്. മതി. ഈ മണ്ണ് അങ്ങനെ വാരിയിട്ടിട്ട് കുറച്ചുകൂടെ മണ്ണ് ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് അവിടുന്ന് എടുക്കാം. പോച്ചെടുക്കാം. വേണ്ട. ഇട്ടിട്ട് ഇനി വെള്ളം ഒഴിക്കാം. നമുക്ക് വെള്ളം ഒഴിക്കാം. അബ്ബ ചെയ്യുന്ന പോലെ ചെയ്യണേ. ഇങ്ങനെ
ആ മോനോടെ ചെയ്യ ആ ഇങ്ങനെ ചെയ്യ് ആ ചെയ്യ് ഞങ്ങൾ വാവരം തട്ടേ ആ ഇനി ഒന്നുകൂടെ ഒഴിക്കും എന്നാ മോൻ തന്നെ ഒഴിക്കുന്ന ആ മോൻ തന്നെ ഒഴുക്കി കൈ വെച്ച് അങ്ങനെ സൂപ്പർ സൂപ്പർ ഞങ്ങൾ വാവരം തട്ടേ സൂപ്പർ ഒന്നുകൂടെ പറയേ സൂപ്പർ ഒന്നുകൂടെ പറ സൂപ്പർ ഇങ്ങോട്ട് നോക്ക സൂപ്പർ എന്ന് പറ അങ്ങോട്ട് നോക്ക് സൂപ്പർ ആ പിടിച്ച ഒഴിക്ക് സൂപ്പർ വാവര തട്ടേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ കുഞ്ഞുങ്ങളെ മണ്ണിലേക്ക് ഇറക്കുക, അതുപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക, നമ്മുടെ പ്രകൃതിയെ അടിപൊളിയാക്കുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇങ്ങോട്ട് നോക്കിയാ രണ്ടുപേരുടെ അങ്ങോട്ട് ഇങ്ങനെയാണിത് സൂപ്പർ.